सद्गुरुनाथ महाराज की जय. രുദ്രഗീതത്തിന് ശേഷം പുരഞ്ജന ഉപാഖ്യാനം എന്ന കഥയാണ് അവിടെ വർണ്ണിക്കുന്നു. ഇത് സത്യമായി നടന്നുവോ ചോദിച്ചാൽ ചിലപ്പോൾ സത്യമായി നടന്നുവോ സംശയം. പക്ഷേ ഇതിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കണം. നാരദൻ പ്രത്യേകിച്ചുള്ള അച്ഛനായ പ്രാചീന പരിഗസിൻ്റെ യാഗശാലയിൽ ചെന്നു. നാരദൻ്റെ വീണ് അതിൻ്റെ വറയിൽ വെച്ച് വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതെൻ്റെ ദർഭയാണോ ചോദിച്ചു. കാരണം ദർഭ യൂസ് ചെയ്ത് അങ്ങനെ ദർഭ അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നു വിചാരിച്ചു. അപ്പോൾ പറഞ്ഞത് ദർഭയിലെ വീണയാണ്. അങ്ങനെ ഇങ്ങനൊരു പാട്ട് പാടാമോ ചോദിച്ചു. കാരണം യാഗശാലയിൽ ഇടയ്ക്ക് പാടാറുണ്ട്. അങ്ങനെ പാടുന്ന സമയത്താണ് ഒരു കഥ കൂടി പാട്ടായി പാടി പറഞ്ഞു. പണ്ട് ആസീത് പുരഞ്ജനോ നാമ രാജാ രാജൻ മൃഗശ്രവാഹ തസ്യ അവിജ്ഞാതനാമാസീത് സഖ അവിജ്ഞാതചേഷ്ടിതഃ. നാരദൻ പ്രാചീന പരിഗസിനോട് പറഞ്ഞു, ഈ കർമ്മങ്ങൾ ചെയ്ത് എന്തിനാണ്? ദുഃഖഹാനി സുഖാവാപ്തി. എല്ലാവരും കർമ്മം ചെയ്യുന്നത് എന്തിനാ ചോദിച്ചാൽ ദുഃഖം മാറണം, സുഖം കിട്ടണം, അത്രയേ ഉള്ളൂ. ദുഃഖഹാനി സുഖാവാപ്തി ശ്രേയസ്തന്നേഹ ചേഷ്യതേ. നീ വിചാരിക്കുന്നത് പോലെ ഇവിടെ നടക്കില്ലേ? കാരണം നമ്മുടെ യാഗത്തിൽ പല പശുക്കളെ കൊന്നല്ലോ. ഇതുകൊണ്ട് ഒരു ദ്രോഹം ഇല്ലേ പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, പശുക്കളെ കൊന്നാൽ യാഗത്തിൽ കൊന്നാൽ അധ്വരം എന്നാണ് പേര്. ധ്വര ഹിംസ എന്നാണ് ധാതു. ധ്വരം പറഞ്ഞാൽ അവിടെ യാഗത്തിൽ കൊന്നാലും അത് ഹിംസയില്ലേ, അവർക്ക് ആ ജീവികൾക്കും സ്വർഗം കിട്ടും. ഇത് പറഞ്ഞപ്പോഴാണ് നാരദൻ, സ്വർഗം കിട്ടില്ലേ, ഉറപ്പല്ലേ? അതെ, നീ കൊന്ന പശുക്കളെ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞ് നാരദൻ ഒന്ന് കാണിച്ചു കൊടുത്തു. നാരദർക്ക് ഇങ്ങനെ ചില വിദ്യയൊക്കെ ഉണ്ട്. ഒരാളെ നല്ല ജ്ഞാനം ഉണ്ടാക്കാൻ വേണ്ടി മരിച്ചുപോയ കുട്ടിയെ ജീവിപ്പിക്കും. ഒന്ന് പറഞ്ഞോളൂ. അത് മരിച്ചുപോയ കുട്ടി ചിത്രകേതനെ ഉപദേശിച്ച കഥ പിന്നിൽ നമുക്ക് കേൾക്കാം. ഇവിടെ അങ്ങനെ നോക്കിക്കോളൂ പറഞ്ഞപ്പോഴാണ് ഈ രാജാവ് കൊന്ന മൃഗങ്ങളൊക്കെ സമ്പരേതം അയക്കൂട്ടൈഹി ചിന്തന്ത്യുച്ഛിതമന്യവഃ. അത് ഇരുമ്പ് കൊമ്പുകളായിരിക്കുന്നു. അവിടെ ആടുകളൊക്കെ നീ അവിടെ വന്നാൽ നിന്റെ ഉദരത്തിൽ കുത്തി നിന്നെ വധിക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുന്നു. ചില മൃഗങ്ങൾ പറയും ഞാൻ കുത്തും, ഒരു ചില മൃഗങ്ങൾ ഞാൻ ചവിട്ടും, ചില മൃഗങ്ങൾ ഞാൻ കടിക്കും. കാരണം പല മൃഗങ്ങളിൽ ഓരോ യാഗം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ പേടിച്ചു രാജാവ്, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരു കഥ പറയാൻ കേൾക്കുക. ആദ്യം പണ്ട് പുരഞ്ജനൻ പേരുള്ള ഒരു വിദ്വാൻ ഉണ്ടായിരുന്നു. വിദ്വാനുള്ള ബുദ്ധിയുള്ള ആളാണ്. പുരഞ്ജനൻ പേരുള്ള എന്താ? കാരണം പുറം ജനയതീതി പുരഞ്ജന. പല കാലുകളുള്ള ഒരു പുറങ്ങൾ നിർമ്മിക്കുന്ന ആളാണ്. ഏക ദ്വി ചതുഷ്പാദം ബഹുപാദം അപാദകം. ഒരു തലത്തിലിരിക്കുന്ന ഒറ്റ തൂണിൽ നിൽക്കുന്ന ഒരു കൊട്ടാരം. പിന്നെ 2 പില്ലറിൽ, ഒറ്റ പില്ലറിൽ നിൽക്കുന്ന കൊട്ടാരം ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. 2 പില്ലറിൽ നിൽക്കുന്ന കൊട്ടാരം, 3 പില്ലർ കൊണ്ട് നിൽക്കുന്ന കൊട്ടാരം, പല പില്ലർ ഇങ്ങനെ പല തൂണുകൾ കൊണ്ട് താങ്ങി നിൽക്കുന്ന കൊട്ടാരം. ഇതൊക്കെയാണ് തത്വം. പിന്നീടാണ് പഠിക്കണം. പല തൂണുകളുള്ള കൊട്ടാരം എന്താണ്? 1000 കാൽ മണ്ഡപം പോലെയുള്ള കൊട്ടാരം. അട്ട ഉണ്ടല്ലോ, അതൊക്കെ മഴക്കാലത്ത് പറയുന്നത് അതൊക്കെ അങ്ങനെയുള്ള ജീവികളാണ്. ഒരു കാലിരിക്കുന്ന കൊട്ടാരം പറഞ്ഞാൽ ഒറ്റക്കാലിരിക്കുന്ന ജീവി ആണെന്ന് വെച്ചാൽ പിശാചുകളൊക്കെ ഒറ്റക്കാലേ ഉള്ളൂ. അങ്ങനെ അത് അങ്ങനെ കിട്ടും. 2 കാലുള്ള നമ്മളൊക്കെ, പിന്നെ 3 കാലുള്ള ജീവികൾ. ഇങ്ങനെ പല കൊട്ടാരങ്ങൾ നിർമ്മിക്കും. പിന്നെ അത് നന്നായില്ലേ പറഞ്ഞാൽ അത് പൊളിക്കും. ഇയാളുടെ കാര്യം എന്താണ്? കൊട്ടാരം നിർമ്മിക്കുന്നതും പിന്നെ അത് പൊളിക്കുന്നതും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. ഇങ്ങനെ മാറി മാറി ചെയ്തു വരുമ്പോഴാണ് അവൻ്റെ കൂട്ടുകാരൻ അവിജ്ഞാതൻ എന്നാണ് പേര്. അവിജ്ഞാതം എന്താ അർത്ഥം? അവിജ്ഞായത്തെ മുമ്പിഹി നാമഭിർവ ക്രിയാഗുണൈഹി. അവൻ്റെ നാമം കൊണ്ടും അവൻ്റെ ക്രിയ കൊണ്ടും ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നു ഒരാളും മനസ്സിലാക്കാത്തവരാണ് അവിജ്ഞാതം.
അവിജ്ഞാതൻ പറഞ്ഞാൽ ആരാണ്? ഭഗവാനാണ്. ഭഗവാൻ എന്ത് ചെയ്യാൻ പോകുന്നു ഇതുവരെ ഒരാൾക്കും തീരുമാനമില്ല. എപ്പോൾ എന്ത് ചെയ്യുമോ അത് സ്വീകരിച്ചിരിക്കാം നമുക്ക്. രണ്ടുപേരും ഇങ്ങനെ വരുന്ന സമയത്താണ് ഇവിടെ പറയുന്നു ദദർശ ഹിമവത് പാർശ്വേ. അവിടെ ഹിമാലയത്തിൻ്റെ തെക്ക് വശത്ത് എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നു. ദദർശ നവവിത് തയേകഥാ ഹിമവത ദക്ഷിണേഷ്വതസാനുഷു. ഹിമാലയത്തിൻ്റെ തെക്ക് വശം പറഞ്ഞാൽ അർത്ഥം ഭാരതദേശം. അവിടെ 9 ദ്വാരമുള്ള 2 പില്ലറിൽ നിൽക്കുന്ന ഒരു കൊട്ടാരം കണ്ടു. നല്ല അത്ഭുതമായ കൊട്ടാരം. കൊട്ടാരത്തിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഇവിടെ താമസിച്ചാൽ കൊള്ളാൻ തോന്നിപ്പോയി. ആ സമയത്താണ് ആ കൊട്ടാരത്തിൽ നിന്ന് ഒരു പെൺകുട്ടി, നല്ല സുന്ദരിയായ പെൺകുട്ടി വരുന്നത് കണ്ടു. അപ്പോൾ ഈ പുറഞ്ഞനക്ക് സംശയമായി, പെൺകുട്ടിയെ നോക്കണോ കൊട്ടാരം നോക്കണോ? രണ്ടും നല്ല അത്ഭുതമാണ്. അപ്പോഴാണ് ആ പെൺകുട്ടി ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ ഇവൻ ചോദിച്ചു, നീ ആരാണ്? എൻ്റെ പേര് പുറഞ്ജനി. നിൻ്റെ അടുത്തൊരു പാമ്പ് നിൽക്കുന്നുണ്ടല്ലോ, അത് ആരാണ്? ഞാൻ വളർത്തുന്ന പെട്ടാണ്. ഇപ്പോൾ ചില നായ്ക്കൾ, പൂച്ച ഇങ്ങനെയൊക്കെ വളർത്തുന്നുണ്ടല്ലോ, അതുപോലെ ഞാൻ വളർത്തുന്ന പ്രാണിയാണ് പാമ്പ്. പാമ്പ് വളർത്തുന്നുണ്ടോ? ശരിയാവണം, കുഴപ്പമില്ലേ? അടുത്ത് 11 ആളുകളുണ്ടല്ലോ, അതാണ് എന്നെ രക്ഷിക്കാനുള്ള ആൾക്കാരാണ്. അപ്പോൾ പുറഞ്ഞൻ ചോദിച്ചു, ഈ കൊട്ടാരം നോക്കാൻ പറ്റുമോ? അപ്പോൾ പുറഞ്ഞൻ ഈ ഒരു നിർബന്ധം വെച്ചു, ഈ കൊട്ടാരം നോക്കണമെങ്കിൽ എന്നെ കല്യാണം കഴിച്ചാലേ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സൗകര്യമായി, ഞാൻ എന്നെ കല്യാണം കഴിക്കാം, കൊട്ടാരത്തിൽ താമസിക്കാം. ഗോത്രം എന്താണ്? എൻ്റെ ഗോത്രം എന്താണെന്ന് അറിയത്തില്ല. അച്ഛനമ്മമാർ അവരും അറിയത്തില്ല. ഇപ്പോൾ ഇരിക്കുന്നത് മാത്രമേ എനിക്ക് അറിയൂ. അപ്പോൾ അച്ഛനമ്മമാർ ഉള്ളവരും നല്ല ഗോത്രം ഉള്ളവരും സ്വയം തന്നെയാണ് അവർ രജിസ്റ്റർ മാരേജ് ചെയ്യുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല, 2 പേർക്കും രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന് പറഞ്ഞ്. രജിസ്റ്റർ മാരേജ് എന്ന് പറയാൻ പറ്റില്ല, ഗാന്ധർവ വിവാഹം, പരസ്പരം പ്രേമിച്ച് ചെയ്യുന്ന വിവാഹമാണ്. അങ്ങനെ ആ സ്ത്രീയെ വിവാഹം കഴിച്ചു. അപ്പോൾ പുറഞ്ഞിന് ഒരു നിർബന്ധം കൂടി വെച്ചു, എന്നോട് അനുവാദം ഇല്ലാതെ, എൻ്റെ അനുവാദം ഇല്ലാതെ പുറത്ത് എവിടെയും പോകാൻ പാടില്ല. ഞാൻ എന്ത് ചെയ്താലും അത് ചെയ്യണം. ശരി പറഞ്ഞു, അറിയാതെ ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യണം. ഇത് പറഞ്ഞിട്ടാണ് വിവാഹം കഴിച്ചു. അപ്പോൾ പുറഞ്ഞിന് വിചാരിച്ചു, നല്ല പെൺകുട്ടിയാണ്. ചില പെൺകുട്ടി വിവാഹം കഴിച്ചിട്ട ശേഷം പിന്നെ ഇതൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം ബുദ്ധിമുട്ടിക്കും. ഇത് ആദ്യം തന്നെ പറഞ്ഞല്ലേ, നന്നായി വിചാരിച്ചു. അവിടെ നിന്നപ്പോഴാണ് ആദ്യം ഈ പെൺകുട്ടിയെ ചെയ്തു, മദ്യക്കുപ്പി തുറന്ന് ഒന്ന് കുറച്ച് കുടിച്ചു കൊടുത്തു. ഞാൻ ഇതിപ്പോൾ അഭ്യാസം ഇല്ല, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ശരിയാക്കി തരാം. ഇങ്ങനെ ക്വചിത് പിബന്ധ്യാം പിബതി മതിരാം മതവിഹ്വലഹ. അവൾ കുടിക്കുമ്പോൾ കുടിക്കുന്നു, അവൾ കഴിക്കുമ്പോൾ കഴിക്കുന്നു, അവൾ ചെയ്യുന്നത് മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് ഇവളുടെ അടിമയായിട്ടിരിക്കാൻ താല്പര്യമില്ല. കാരണം നല്ല സുഖമാണ് കൊട്ടാരം. മേപ്പോട്ട് ചെന്നാൽ നല്ല കാഴ്ചകളൊക്കെ കാണാം. പിന്നെ വേറെ തെക്ക് വടക്ക് ചെന്നാൽ നല്ല സംഗീതമൊക്കെ കേൾക്കാം. അങ്ങനെ മേപ്പോട്ട് 7 ദ്വാരങ്ങളാണ് ആ കൊട്ടാരത്തിൽ. ഓരോ ദ്വാരത്തിൽ ചെന്നാൽ നല്ല മണം, നല്ല ഭക്ഷണം. പിന്നെ അവസാനത്തെ താഴെയുള്ള കൊട്ടാരത്തിൻ്റെ അഴുക്കുകളൊക്കെ ചെല്ലുന്ന 2 ദ്വാരം, അങ്ങനെ 9 ദ്വാരമുള്ള കൊട്ടാരം. പിന്നെ ഒരു ദിവസം പുറഞ്ഞനോട് പറയാതെ നായാട്ടത്തിന് പോയി. പുറഞ്ഞ ദേഷ്യപ്പെടുമ്പോൾ സമാധാനമൊക്കെ ചെയ്തു. പിന്നെ അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടായി, ആൺകുട്ടികളും ഉണ്ടായി, പെൺകുട്ടികളും ഉണ്ടായി. അവരൊക്കെ വിവാഹം കഴിപ്പിച്ചു. പിന്നെ അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടായി. അങ്ങനെ സുഖമായിട്ട് ജീവിക്കുമ്പോഴാണ് ഭയനാമ അഗ്രജ, ഭയൻ്റെ പേരുള്ള ഒരാൾ വന്നു. അവനക്ക് ചണ്ഡവേഗൻ ഒരു കൂട്ടുകാരൻ, പിന്നെ പ്രജ്വാലൻ ഒരു സഹോദരൻ. ഇവർ 3 പേരും ഇങ്ങനെ ഓരോരോ കൊട്ടാരമായി ഇങ്ങനെ പിടിക്കാൻ ചെല്ലുന്ന സമയത്താണ് ഇടയ്ക്ക് ദുർഭഗ പേരുള്ള ഒരു സ്ത്രീ വന്നു. ആ ദുർഭഗ, ജന എന്നാണ് പേര്, അവൾ നാരദനോട് പറഞ്ഞു എന്നെ വിവാഹം കഴിക്കുമോ. ചോദിച്ചപ്പോൾ നാരദൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ നാരദനെ ശ്രമിച്ചു, ഇങ്ങനെ ചുറ്റി നടക്കണം. നാരദൻ ശാപം സ്വീകരിച്ചു. പിന്നെ ആ ദുർഭഗയോട് ഒരു അനുഗ്രഹം ചെയ്തു, നീ കൊണ്ട് ചെയ്യൂ. ഞാൻ ചണ്ഡവേ ഭയൻ എന്ന പേരുള്ള ആളുടെ അഡ്രസ്സ് തരാം. അവൻ്റെ അടുത്ത് മയോപതിട്ട ആസാദ്യ വവ്രേ നാംന ഭയം പതിയും. നീ അവൻ്റെ അടുത്ത് ചെന്നാൽ അവൻ നിന്നെ രക്ഷിക്കും. ഭയൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഭയൻ അവളെയും കൂട്ടുചേർത്ത്
ഓരോരോ കൊട്ടാരമായി ആദ്യം എങ്ങനെ പിടിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആദ്യം ഈ ദുർഭഗയെ പറഞ്ഞു വിടും. ഈ ദുർഭഗ എന്ത് ചെയ്യും? ആ കൊട്ടാരത്തിൽ പോയി അങ്ങോട്ട് ഇങ്ങോട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റും. അപ്പോൾ എന്താകും? കൊട്ടാരത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റാതാവും, ചെവി കേൾക്കാൻ പറ്റാതാവും, ഘ്രാണിക്കാൻ പറ്റാതാവും. ഇങ്ങനെ കൊട്ടാരത്തിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പ്രജ്വാരം പറയുന്ന ഒരാൾ തീ വയ്ക്കും. പിന്നെ വേഗം ആ കൊട്ടാരത്തിൻ്റെ ആയുസൊക്കെ ഇല്ലാതാക്കും. പിന്നെ അവസാനം ഈ ഭയൻ വരും. പിന്നെ യമൻ, ഈ ദുർബയുടെ അച്ഛൻ കൂടി. അങ്ങനെ ഇവരൊക്കെ എല്ലാവരും ഈ കൊട്ടാരം പഠിക്കാൻ വന്നപ്പോൾ ഈ പുറഞ്ജനിയെ ഓർത്തു മരിച്ചു. അപ്പോൾ എന്തായി? അടുത്ത ജന്മത്തിൽ ഒരു സ്ത്രീയായിട്ട് ജനിച്ചു. മരിക്കുന്ന സമയത്ത് നമ്മൾ ആരെയാണ് വിചാരിക്കുമോ അവരായിട്ട് നമ്മൾ ജനിക്കും. സ്ത്രീയെ വിചാരിച്ച് മരിച്ചാൽ സ്ത്രീയായി ജനിക്കും. പുരുഷന്മാരെ വിചാരിച്ച് മരിച്ചാൽ പുരുഷനായി ജനിക്കും. അതുകൊണ്ടാണ് ചില സ്ത്രീകളെ കണ്ടാൽ പുരുഷന്മാർ അവിടെ തോന്നും. എന്താ കാരണം? കഴിഞ്ഞ ജന്മത്തിൻ്റെ പുരുഷന്മാരാണ് ഭാര്യയെ ഓർത്ത് മരിച്ചിട്ട് ഇങ്ങനെ സ്ത്രീയായി ജനിച്ചവരാണ്. ചില പുരുഷന്മാർ സ്ത്രീയെ പോലെ പേടിച്ചിരിക്കും. എന്താ കാരണം? കഴിഞ്ഞ ജന്മത്തിൻ്റെ സ്ത്രീയാണ്, ഭർത്താവിനെ ഓർത്ത് മരിച്ചവരാണ്. അത് അവരുടെ സ്വഭാവം, പൂർവ്വജന്മത്തിൻ്റെ സ്വഭാവം ഉണ്ടാവും. അങ്ങനെ പുറഞ്ജനിയായി ജനിച്ചു. മലയധ്വജൻ പേരുള്ള പാണ്ഡ്യദേശ രാജാവിനെ വിവാഹം കഴിച്ചു. കുട്ടികളൊക്കെ ഉണ്ടായി. പിന്നെ ആ പാണ്ഡ്യരാജ പ്രായമായപ്പോൾ കാട്ടിൽ നിന്ന് തപസ് ചെയ്ത് ഭഗവാനെ പ്രാപിച്ചപ്പോൾ ഈ പുറഞ്ജനിയും ഭർത്താവിൻ്റെ ശവശരീരം കത്തിച്ച് സ്വയം അതിൽ ചാടാൻ പുറപ്പെടുമ്പോഴാണ് ഒരു ബ്രാഹ്മണൻ അവിടെ വന്ന്, നീ ആരാണ്? എന്തുകൊണ്ട് കരയുന്നു? നീ എൻ്റെ ഭർത്താവ് മരിച്ചല്ലോ. നിൻ്റെ ഭർത്താവ് മരിച്ചിട്ടില്ലേ? ഈ സ്ത്രീ ഇല്ലേ? നത്വം വിദർഭദുഹിതാനായം വീരസുഹൃത്തവൻ നപതിസ്ത്വം പുരഞ്ജന്യാരുദ്ധോ നവമുഖേയ. ഈ പുരഞ്ജനൻ എന്ന പേരുള്ള ജീവനാണ്. നിൻ്റെ കൂട്ടുകാരനെ മറന്നുപോയല്ലേ? അവിജ്ഞാതൻ, നിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ആള്, അത് ഞാൻ മറന്നുപോയല്ലോ. ആ അവിജ്ഞാതനാണ് ഞാൻ എന്ന് പറഞ്ഞ് ആ വൃദ്ധൻ തന്നെ, ആ ബ്രാഹ്മണൻ തന്നെ അവിജ്ഞാതനായി മാറി. കഴിഞ്ഞ ജന്മത്തിൽ സ്ത്രീയെ ഓർത്ത് മരിച്ചതുകൊണ്ടാണ് ഇപ്പോൾ സ്ത്രീയായി ജനിച്ചിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും പുരുഷനെ ഓർത്ത് മരിച്ച് പുരുഷനായി ജനിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ രണ്ടുപേരും മാനസ സരസിൽ സഞ്ചരിക്കുന്ന ഹംസപക്ഷികളാണ് പറഞ്ഞത്. രണ്ടുപേരും ഏവം സ മാനസോ ഹംസോ ഹംസേന പ്രതിബോധിത എന്നൊരു കഥ പറഞ്ഞ് നാരദൻ പുറപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ തത്വം കൂടി പറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 9 ദ്വാരമുള്ള കൊട്ടാരം പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. ഇതിലിരിക്കുന്ന ജീവനാണ് പുരഞ്ജനൻ. ആ പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചാൽ അതാണ് ബുദ്ധി. ബുദ്ധി എന്ത് പറയുമോ അതേ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ബുദ്ധി ഇവിടെ പ്രഭാഷണം കേൾക്കണം പറഞ്ഞാൽ ഇവിടെ കേട്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ മതി, നമുക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് പോകാം, സീരിയൽ കാണാനുള്ള സമയമായി ബുദ്ധി പറഞ്ഞാൽ പകുതി കഴിഞ്ഞിട്ട് പോകും. ചില ആളുടെ ആയിരിക്കും പിന്നെ അങ്ങോട്ട് നോക്കും, ആളുകൾ പോകുന്നുണ്ടല്ലോ, ഭക്ഷണത്തിന് സമയമായി, ഇപ്പടേക്ക് ഇങ്ങനെ കയറി പോകും. അങ്ങനെ പ്രഭാഷണത്തിന് ഇടയിൽ കയറി പോകുന്നതൊക്കെ ബ്രഹ്മരാക്ഷസനായി ജയിക്കുന്നതൊക്കെ പാപങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, അത് പറയില്ല. എന്തായാലും ഇങ്ങനെ ഈ ബുദ്ധി എന്ത് ചെയ്യുന്നുവോ എന്ത് പറയുന്നുവോ അതേ നമ്മൾ ചെയ്യുള്ളൂ. അതാണ് ഈ പുരഞ്ജനി പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നു ഇവിടെ പറയാൻ കാരണം. പിന്നെ സ്ത്രീയായി ജനിച്ചു, മലയധ്വജനെ വിവാഹം കഴിച്ചു പറയാനുള്ള കാരണം മലയധ്വജൻ പറയുന്നത് ഗുരുഭക്തനാണ്. അങ്ങനെ ഗുരുഭക്തനായ ഒരു ഭർത്താവിന് വിവാഹം കഴിച്ചത് കൊണ്ട് സത്സംഗം കിട്ടി. പക്ഷേ സത്സംഗം കിട്ടിയിട്ടും ചില ആളുകൾ വീണ്ടും ജനനമരണ ചക്രത്തിൽ പെടുമ്പോഴാണ് ഗുരുനാഥനായിട്ട് ഭഗവാൻ തന്നെ വന്ന് ഉപദേശം കൊടുക്കുന്നു എന്നാണ് ഇതിൻ്റെ താല്പര്യം. കുറച്ചുകൂടി ചുരുക്കി എളുപ്പമായിട്ട് പറഞ്ഞാൽ, ഈ ശരീരമാവുന്ന വാടക വീട്ടിൽ 100 കൊല്ലം ലീസിന് നമ്മൾ താമസിക്കാൻ വന്നവരാണ്. 100 കൊല്ലം ലീസ്. ചില ആളുകൾ എന്ത് ചെയ്യും, ഈ വാടക വീട്ടിൽ ചില റിപ്പയറൊക്കെ ചെയ്യും. വീട്ടിലൊക്കെ വൈറ്റ് വാഷ് അടിക്കുന്നത് പോലെ ചില ആളുകൾ തലയിൽ ബ്ലാക്ക് വാഷ് അടിക്കും, തലയൊക്കെ ഡൈ അടിച്ച്. വീട്ടിൽ ഓടുമൊക്കെ മാറ്റുന്നത് പോലെ പല്ല് വീണാൽ വേറെ പല്ല് ഇങ്ങനെ കട്ടി വയ്ക്കും. അങ്ങനെയൊക്കെ ചില റിപ്പയറൊക്കെ ചെയ്യും. ചില ആളുകൾ വീട്ടിൽ റിപ്പയർ ചെയ്തിട്ട് റിപ്പയറൊക്കെ ഞാനാണ് ചെയ്തു, പിന്നെ കറണ്ട് ബില്ല് അടച്ചു, വാട്ടർ ബില്ല് അടച്ചു, എനിക്ക് തന്നെ സ്വന്തം പറഞ്ഞ് നടക്കും വാടക വീട്ടിൽ. പക്ഷേ സ്വന്തക്കാരൻ ആരാണ്? യവനാണ്. അവനെ വിളിച്ചു കൊണ്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറായിട്ട് ഒരു വീട് റെഡിയാക്കി വയ്ക്കണം. നമ്മുടെ സ്വന്തം വീട് ഏതാണ്? ഭഗവാന്റെ തിരുവടിയാണ്. ഭഗവാന്റെ പാദത്തിൽ നിന്നാണ് നമ്മൾ ഇവിടെ വന്നവർ. ഭഗവാനിൽ നിന്ന് നമ്മൾ വന്നവരാണ്. അതാണ് വേദം പറയുന്നത്. ചില സായബുമാർ പറയുന്നു,
നമ്മളൊക്കെ കുരങ്ങന്മാരിൽ പറമ്പയിൽ വന്നവരാണ്. അങ്ങനെ ഒന്നും നമ്മുടെ വേദം പറഞ്ഞിട്ടില്ലേ. കുരങ്ങന്മാരുടെ പറമ്പയിൽ വന്നാൽ ചില ആൾക്കാർ കാണിക്കുന്നത് കാണുമ്പോൾ കുരങ്ങന്മാർക്കുള്ള തോന്നിപ്പോകും. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ? കുരങ്ങ് ഒരു മനുഷ്യനെ പ്രസവിച്ചു, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ചില സ്ത്രീകൾ പ്രസവിക്കുന്ന കുട്ടികൾക്ക് കുരങ്ങന്മാർ ചില ചേട്ടം ചെയ്യും. അപ്പോൾ നമുക്ക് പ്രമാണം വേദമാണ്. വേദം എന്താ പറയുന്നു? ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാത് ആനന്ദാത് ജീവകൽ വിമാനി ഭൂതാനി ജായന്തി ആനന്ദേന ജാതാനി ജീവന്തി. നമ്മളൊക്കെ ആനന്ദസ്വരൂപനായ ഗുരുവായൂരപ്പനിൽ നിന്നും നമ്മളിവിടെ വന്നവരാണ്. അതിൻ്റെ തെളിവ് എന്താ? ആർക്കെങ്കിലും ദുഃഖം വേണം ആഗ്രഹിക്കാറുണ്ടോ? ഒരു മാസമായി നമ്മുടെ വീട്ടിൽ ദുഃഖമൊന്നും ഒന്നുമില്ലല്ലോ, അങ്ങനെ വിഷമിക്കാറില്ല. എല്ലാവരും സുഖം ആനന്ദം അന്വേഷിച്ചാണ് പോകുന്നു. എന്താ കാരണം? എവിടെ നിന്നും വന്നുവോ അവിടെ തന്നെ ചെല്ലാൻ താല്പര്യം ഉണ്ടാവും. സമുദ്രത്തിലല്ലേ നദി ഉണ്ടായത്, വീണ്ടും സമുദ്രത്തിൽ ചെല്ലുന്നു. ആകാശാത്പതിതം ഇവിടെ പറയാറുണ്ട്. സമുദ്രത്തിൽ നിന്നും വെള്ളം നീരാവിയായി മേഘമായി പോയി മഴയായി ജനിച്ച് നദിയായി ഓടി വീണ്ടും സമുദ്രത്തിലെത്തുന്നു. അതുപോലെ ഗുരുവായൂരപ്പനിൽ നിന്നും ഉണ്ടായി നമ്മൾ അവിടെ തന്നെ ചെല്ലണം. ആ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെല്ലാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ നാമം ജപിച്ചാൽ മതി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ എൻ്റെ ഗുരുനാഥൻ പറയും, നമ്മൾ ഇവിടെ വീട് വാങ്ങിയിട്ട് കാര്യമില്ല, വൈകുണ്ഠത്തിൽ നമുക്ക് വീട് കൊണ്ട് ബുക്ക് ചെയ്യണം. അപ്പോൾ ഗുരുനാഥനോട് ഒരു ഭക്തൻ ചോദിച്ചു, ഈ ഭൂലോകത്തിൻ്റെ വീട് മേടിക്കണമെങ്കിൽ കോടിക്കണക്കിന് ചിലവാകുന്നു, വൈകുണ്ഠത്തിൽ വീട് ബുക്ക് ചെയ്യണമെങ്കിൽ എത്ര ചിലവാകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഗുരുനാഥൻ തമാശയായിട്ട് നർമ്മമായിട്ട് പറഞ്ഞു, അതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഹരി പറഞ്ഞാൽ മതി, അവിടെ ശരി പറഞ്ഞിട്ട് അവിടെ വീട് ബുക്കാക്കാം, വീട് റെഡിയാക്കാം. ഇവിടെ നമുക്ക് നാമം ജപിച്ചാൽ മതി, ഹരി ഹരി ജപിച്ചാൽ മതി എന്ന് ഗുരുനാഥൻ പറയും. അങ്ങനെ കുറഞ്ഞ ഉപാഖ്യാനം പറഞ്ഞ ശേഷം കാര്യം എന്താ മനസ്സിലായ പ്രാചീനവർഗീയ തപസേ കപിലാശ്രമത്തിൽ ചെന്ന് തപസ് ചെയ്ത് ഭഗവാനെ പ്രാപിച്ചു പറയുന്നു. പിന്നെ ഈ പ്രചേതസുകൾ 10,000 കൊല്ലം ആ ഗുരുവായൂരിൽ ആ നാരായണ സരസിൻ്റെ ഉള്ളിലിരുന്നാണ് അവർ ജപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഗുരുവായൂരപ്പൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ ഗംഭീരസ്തുതിയൊക്കെ ചെയ്യുന്നു. നമഃ കമലനാഭായ നമഃ കമലമാലിനേ നമഃ കമലപാദായ നമസ്തേ കമലേക്ഷണ. അപ്പോൾ ഭഗവാൻ ഗുരുവായൂരപ്പൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും വിവാഹം കഴിച്ചോളൂ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ 10 പേരും ഒരുമിച്ചേരിക്കുള്ളൂ, എങ്കിലും പറ്റിയ പെൺകുട്ടി കിട്ടേണ്ടേ. അപ്പോൾ പറഞ്ഞു, പണ്ട് കണ്ടൂർ മഹർഷി തപസ് ചെയ്തുകൊണ്ടിരുന്നു. ആ കണ്ടു തപസ് ചെയ്യുമ്പോൾ ആ കണ്ടു മഹർഷിയുടെ തപസ് ഭംഗമാക്കാൻ വേണ്ടി പ്രംലോച എന്ന ദേവതാസ്ത്രീയെ പറഞ്ഞു വിട്ടു ദേവന്മാർ. കണ്ടോ പ്രംലോചയാൽ ലബ്ധാ കന്യാ കമലലോചന കാഞ്ചാപവിദ്ധാം ജഗുഹു ഭൂരുഹാനുപനന്ദനാഹ. ആ കണ്ടു പ്രംലോചയോട് കുറേ കാലം ജീവിതം നടത്തി. പിന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലായി, നമ്മളുടെ തപസ് നഷ്ടപ്പെട്ടല്ലോ വിചാരിച്ചു. ആ സമയത്താണ് കണ്ടുവെക്കും പ്രംലോചയ്ക്കും ഒരു പെൺകുട്ടി ജനിച്ചു. ആ പെൺകുട്ടിയുടെ പേരാണ് മാരിഷ എന്നാണ് പേര്. മാരിഷ പറഞ്ഞാൽ പൂജ്യ എന്നർത്ഥം. മാരിഷ എന്നാണ് പേരിട്ടു. പിന്നെ ആ പ്രംലോചയും ആ പെൺകുട്ടി അവിടെ ഉപേക്ഷിച്ചു. കണ്ടുവും ഉപേക്ഷിച്ച് പോയി. ഇത് ഋഷീശ്വരമൊക്കെ എങ്ങനെ ചെയ്യുന്നു? വിശ്വാമിത്രൻ കഥയിൽ അങ്ങനെയാണ്. ശകുന്തള ദേവതാസ്ത്രീ മൂലം കിട്ടിയ ആ ശകുന്തളയെ അവിടെ തന്നെ ഉപേക്ഷിച്ചു. ശകുന്തം പറഞ്ഞാൽ പക്ഷി. അപ്പോൾ ശകുന്തം പക്ഷികളിൽ ആളിച്ച് വളർത്തിയത് കൊണ്ടാണ് ശകുന്തള പേരുള്ള കാരണം. പിന്നെ കന്വ മഹർഷിയാണ് വളർത്തി. അതുപോലെ കാട്ടിൽ ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ചപ്പോൾ
വൃക്ഷദേവതകളൊക്കെ ആ പെൺകുട്ടിയെ രക്ഷിച്ചു. പക്ഷെ പെൺകുട്ടി കരയുന്നുണ്ട്, ഭക്ഷണം കൊടുക്കേണ്ടേ. സോമഹാ പീയൂഷ വൃഷിണി, വൃക്ഷങ്ങൾക്ക് ദേവതയായ സോമൻ തൻ്റെ അമൃതം ഉള്ള വിരൽ കൊണ്ട് കുട്ടിയുടെ വായിൽ വെച്ചു. ദേശിനി, അതുകൊണ്ട് കുട്ടിയുടെ വിരൽ ഇങ്ങനെ വയ്ക്കാൻ, വായിൽ വയ്ക്കാൻ എന്താ കാരണം? അന്ന് വെച്ചതാണ് സോമൻ. കൊല്ലം കുട്ടി കരയുന്ന സമയത്ത് കുട്ടിയുടെ കയ്യിൽ കുറച്ച് അമൃതം തേച്ച് അതിൽ വെച്ചോളൂ പറഞ്ഞു. അങ്ങനെ വെച്ചു. അത് മുതൽ പിന്നെ എല്ലാ കുട്ടിയും വിരൽ വയ്ക്കാൻ തുടങ്ങി. അവിടെ പറഞ്ഞത് ഈ വിരൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാ വെള്ളമായി വെച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് മനസ്സിലായില്ലേ? എന്തായാലും ആ പ്രമളോച്ച ഇപ്പം തയ്യാറായിട്ടിരിക്കണം, വിവാഹപ്രായത്തിലായി. നിങ്ങൾ 10 പേരും ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചോളൂ. ഒരു 10 പേര് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാവോ? അങ്ങനെ ദിവ്യശക്തിയുള്ള സ്ത്രീയാണ്. ഇത് ധർമ്മപുത്രൻ പറയുന്നു, ഞങ്ങൾ 5 പേരും ദ്രൗപദിയെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ദ്രുപദ മഹാരാജാവ് ചോദിച്ചു, ഇത് നാണക്കേടല്ലേ? അങ്ങനെ സമ്പ്രദായം ഇല്ലല്ലോ. ഒരു സ്ത്രീ 5 പേര് വിവാഹം കഴിക്കാമോ ചോദിച്ചപ്പോൾ ധർമ്മപുത്രൻ ഈ കഥ എടുത്ത് പറയുന്നു, പണ്ട് 10 പേരെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടൊക്കെ ഉണ്ട്. കാരണം ഇത് സാധാരണ സ്ത്രീയില്ലേ, അവർ ദിവ്യന്മാരാണ്. ഓരോ പ്രാവശ്യവും ഈ ദ്രൗപദി അഗ്നിയിൽ ഇറങ്ങി കുളിച്ചിട്ടാണ് വരുന്നത്. ചില സ്ത്രീകൾക്ക് ഞങ്ങളങ്ങനെ ആവാമോ ചോദിച്ചാൽ, നിങ്ങൾക്ക് ദ്രൗപദിയെ പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പുരുഷൻ്റെ എടുത്തുക മാത്രമേ ഇരിക്കാവൂ. അടുത്ത ആളുടെ പോകണമെങ്കിൽ ഒന്ന് അഗ്നിയിൽ ഇറങ്ങി കുളിച്ചിട്ട് വരണം. അഗ്നിശുദ്ധയായി വരാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെങ്കിൽ ആ അത് ദിവ്യ ദേവതാ സ്ത്രീകളാണ്, അവർക്ക് ദിവ്യശക്തിയുണ്ട്. അങ്ങനെ ഈ കണ്ടുവെക്കും പ്രമളോച്ചയും അവരെ വിവാഹം കഴിച്ചു. ആ പ്രമളോച്ചയെ വിവാഹം കഴിച്ചു. ഇവർ തപസ് ചെയ്തു വന്നപ്പോൾ താമസിക്കാൻ സ്ഥലമില്ലാതെ നിറച്ചും വൃക്ഷങ്ങളായിരുന്നു. ആ വൃക്ഷങ്ങളൊക്കെ തൻ്റെ വായിൽ നിന്നും അഗ്നി പ്രയോഗം ചെയ്ത് അഗ്നിയെ അവർ ഛർദ്ദിച്ച്, അതുകൊണ്ട് വൃക്ഷങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് വൃക്ഷദേവതന്മാർ, അവരാണ് ഈ പ്രമളോച്ചയെ വളർത്തുന്നത്, അവർ ഈ പ്രചേരിച്ചകൾക്ക് കുട്ടികളെ കൊടുത്തു. ഇവിടെ ഇത് പറയുന്നു, ഈ കഥ ഭഗവാനാണ് പറയുന്നു, ആ പ്രമളോച്ചയെ വിവാഹം കഴിച്ചോളൂ. അപ്പോൾ അവർ ചോദിക്കുന്നു, വിവാഹം കഴിച്ചാൽ ഗൃഹസ്ഥാശ്രമം ബന്ധനമാവില്ലേ? ഇവിടെയാണ് ഭഗവാൻ പറയുന്നത്, ഗൃഹസ്ഥാശ്രമം ബന്ധനമാവില്ലേ? ഗൃഹേഷു ആവിശതാം ചാപി പുംസാം കുശലകർമ്മണാം മദ്വാർത്ത യാതയാമാനാം ന ബന്ധായ ഗൃഹാമതാഹ. വിവാഹം കഴിച്ചിട്ടും എൻ്റെ നാമം ജപിച്ച് എൻ്റെ കഥ പറഞ്ഞ് നടന്നാൽ, ഭാര്യയും ഭർത്താവും അഷ്ടപതി പാടി ഭാഗവതം വായിച്ച്, ചില ഭർത്താക്കൾക്ക് അങ്ങനെ ഭാഗ്യമുണ്ട്. ഇപ്പം മിക്കവാറും സപ്താഹത്തിൽ ആചാര്യവാക്യം ഭാര്യയും വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ സൗകര്യമായി മദ്വാർത്ത യാതയാമാന. അതുപോലെയാണ് ദമ്പതിയായി ഭക്തി ചെയ്താൽ ആ ഗൃഹസ്ഥാശ്രമം ബന്ധനമാവില്ലേ? അത് മോക്ഷമാവും. രാധാ മുകുന്ദദ്വയ ദാസ്യലക്ഷ്യം ഗാർഹസ്ഥ്യമേതത് കില മോക്ഷതുല്യം എന്നാണ് ഗുരുനാഥൻ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ നാമം ജപിച്ചോളൂ. അപ്പോൾ പ്രചേരസികൾ വീണ്ടും ചോദിച്ചു, ഞങ്ങൾ ചിലപ്പോൾ മറന്നുപോയാലോ? മറന്നുപോയാൽ ആരെങ്കിലും സജ്ജനങ്ങളെ പറഞ്ഞു വിടാം. അങ്ങനെ മറന്നുപോയ സമയത്തിലാണ് നാരദൻ അവിടെ വന്നു നാമം ജപിച്ച്, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ, യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ. ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ 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 രാധേ, ജയ രാധേ 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 രാധേ. മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മദനമോഹന കൃഷ്ണ.
അവർക്ക് നല്ല ഉപദേശമൊക്കെ അവർ പൂജയൊക്കെ ചെയ്ത ശേഷം അവർ ഉപദേശം ചെയ്യുന്നു, നിങ്ങൾ ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ മതി, പ്രത്യേകം ഓരോ ദേവന്മാരെ പൂജിക്കേണ്ട ആവശ്യമില്ല, ഗുരുവായൂരപ്പൻ്റെ ചരണത്തിൽ ഒരു തുളസി സമർപ്പിച്ചാൽ മതി. എങ്ങനെയാണോ ഒരു മരത്തിൻ്റെ ശാഖകൾ, അതിൻ്റെ ഇല, പൂവ്, കായ്, പഴം എല്ലാത്തിലും വെള്ളം എത്തണമെങ്കിൽ എന്ത് ചെയ്യുന്നു? മരത്തിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചാൽ മതി, വേരിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഒരു ട്യൂബ് വെച്ച് മരത്തിൻ്റെ എല്ലാത്തിനും വെള്ളം അടിക്കേണ്ട ആവശ്യമില്ല. യഥാകരോ മൂലനിഷേചനേന തൃപ്യന്തി തത്സ്കന്ധഭുജോപശാഖാഃ. ചില ആളുകൾ പറയും, വിശന്നിട്ട് എനിക്ക് കണ്ണ് കാണാൻ വയ്യ, കൂടുതൽ വിശപ്പ് കൂടുതലായി എനിക്ക് കേൾക്കാൻ വയ്യ, ആദ്യം എന്തെങ്കിലും കഴിക്കാൻ തരുവായി. അപ്പോൾ അവർ പറയും, വിശന്നിട്ട് കണ്ണിൻ്റെ കാഴ്ചയും ചെവിയുടെ ശബ്ദവും പറവൊക്കെ ഉണ്ടായ ഭക്ഷണം കൊടുക്കുമ്പോൾ എല്ലാവരും ചെയ്യും, ആ ഭക്ഷണം എടുത്ത് കണ്ണിലും ചെവിയിലും ഇടാറില്ല, വയറ്റിലിരുന്നു. പ്രാണോപഹാരാച്ച യഥേന്ദ്രിയാണ്. പ്രാണനക്ക് ആഹാരം കൊടുക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ശക്തി എങ്ങനെ കിട്ടുമോ അതുപോലെയാണ് തഥൈവ സർവാർഹണം അച്യുതേസ്യ. ഗുരുവായൂരപ്പൻ്റെ ചരണത്തിൽ ഒരു തുളസി സമർപ്പിച്ചാൽ മതി, എല്ലാ ദേവന്മാരുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നു. ആ ഗുരുവായൂരപ്പനെ എങ്ങനെ പൂജിക്കണം അതുകൂടി പറയുന്നു. ദയയാ, ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ മാത്രം പൂജിച്ചിട്ട് കാര്യമില്ല. ദയയാ സർവഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും ദയ കാണിക്കണം. സന്തുഷ്ട്യേന കേനവാ, സന്തുഷ്ട്യേന കേനവാ, കിട്ടുന്നതിൽ സന്തോഷിക്കാൻ പഠിക്കണം. ചിലപ്പോൾ കൂടുതൽ പൈസ കിട്ടിയാലും കുറച്ച് കിട്ടിയാലും അല്ല, ഭക്ഷണം എങ്ങനെയായാലും അതിൽ സന്തോഷിക്കാൻ പഠനം അഭ്യസിക്കണം. സർവേന്ദ്രിയ ഇന്ദ്രിയങ്ങൾ നിഗ്രഹിക്കണം അഭ്യസിക്കണം. ഇങ്ങനെ ചെയ്താലേ ഗുരുവായൂരപ്പൻ പെട്ടെന്ന് അനുഗ്രഹിക്കുള്ളൂ പറഞ്ഞ് നാരദൻ പുറപ്പെട്ടു. നാരദൻ പുറപ്പെട്ട ശേഷം ഇവിടെ കഥ കേട്ടിരിക്കുന്നത് ആരാണ്? വിതുരനാണ് മൈത്രേയൻ്റെ അടുത്ത്. വിതുരൻ പറഞ്ഞു, എനിക്കും മതി, ഞാൻ പുറപ്പെടാം. പുറപ്പെടുന്ന സമയത്ത് പ്രവൃദ്ധഭാവോസ്തൃകലാകുലോ മുനേധാരമുഗ്നാചരണം ഹൃദാഹരേ, ഗുരുനാഥനായ മൈത്രേയൻ്റെ തിരുവടി സ്വന്തം ശിരസിൽ എടുത്ത് ധരിച്ചു, ഹൃദയത്തിൽ ഭഗവാന്റെ തിരുവടി സ്മരിച്ചു. അങ്ങനെ വിതുരൻ പുറപ്പെട്ടു എന്നാണ് അവിടെ പറയുന്നു. ഈ 4ാമത്തെ സ്കന്ധം ഇവിടെ സമർപ്പിക്കുന്നു. ഇത് കേൾക്കുന്നവർക്ക് ആയസ്, ധനം, യശസ്വസ്തി, ഗതി, ഐശ്വര്യം, ആത്മയാത്, ആയസ്, ധനം മുതലായ എല്ലാ നന്മകളും ഉണ്ടാവും പറഞ്ഞുകൊണ്ടാണ് 4ാമത്തെ സ്കന്ധം സമർപ്പിക്കുന്നു. പിന്നെ 5ാമത്തെ സ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായം മാത്രം പറയാം. 5ാമത്തെ സ്കന്ധത്തിൽ പ്രിയവ്രതൻ, മനുവിൻ്റെ ജ്യേഷ്ഠപുത്രനായ പ്രിയവ്രതൻ്റെ കഥ വർണ്ണിക്കുന്നു. പേര് നല്ല പേരാണ്. പ്രിയവ്രതൻ പറഞ്ഞാൽ അർത്ഥം എല്ലാവരോടും പ്രിയമായി സംസാരിക്കുന്ന ആളാണ്. നമ്മളൊക്കെ ഏകാദശി വ്രതം, ഷഷ്ഠി വ്രതം, ശിവരാത്രി വ്രതം, പ്രദോഷ വ്രതം ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന് എല്ലാവരും ശുദ്ധി എടുക്കും. വ്രതം പറയുമ്പോൾ പട്ടിണി കിടക്കണ്ടേ? പട്ടിണി കിടക്കുമ്പോൾ തന്നെ ദേഷ്യം ഉണ്ടാവും. അപ്പോൾ അടുത്തവരുടെ ശുദ്ധി എടുത്തിട്ട് വ്രതം ചെയ്തിട്ട് കാര്യമില്ലേ? അപ്പോൾ വ്രതത്തിൽ ആദ്യം എടുക്കേണ്ടത് പ്രിയവ്രതം, എല്ലാവരോടും പ്രിയമായി സംസാരിക്കുന്ന വ്രതമാണ് നമ്മൾ ആദ്യം എടുക്കണം. അതുകൊണ്ടാണ് ഇയാൾക്ക് പ്രിയവ്രതൻ എന്ന് പേര് വരാൻ കാരണം. ഈ പ്രിയവ്രതൻ ആദ്യം സന്യസിക്കണമെന്ന് വിചാരിച്ച് പുറപ്പെട്ടു. അപ്പോഴാണ് പ്രിയവ്രതൻ്റെ അച്ഛൻ ഈ കാര്യം ബ്രഹ്മാവോട് പറഞ്ഞു. എൻ്റെ മകൻ സന്യസിക്കാൻ പോയല്ലോ. ബ്രഹ്മാവ് പറഞ്ഞു, നല്ലതാണ്, കുടുംബത്തിൽ ഒരാൾ സന്യസിച്ചാൽ ആ കുടുംബത്തെ എല്ലാവർക്കും സദ്ഗതി കിട്ടും. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മകൻ്റെ കയ്യിൽ ചുമതല ഏൽപ്പിച്ച് ഞാനല്ലേ സന്യസിക്കാൻ പോകേണ്ടത്, പ്രായമായാലേ ആദ്യം പോകേണ്ടത്, ഈ ചെറുപ്പത്തിൽ ഇയാൾ പോയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ബ്രഹ്മാവ് തോന്നി ശരി തന്നെയാണ്, അപ്പോൾ ഞാൻ നേരിട്ട് വരാം. ബ്രഹ്മാവ് നേരിട്ട് അവിടെ വന്നു. ബ്രഹ്മാവ് വരുമ്പോൾ ഒപ്പം സകല ദേവന്മാരും ഒപ്പം അവിടെ വന്നു. സതത്രതത്ര ഗണതലേ ഉടുപതിരിവ വിമാനാവലിവിരണുപതം അമരപരിവൃഢേ വിപൂജ്യമാന പ്രതിപതിച്ച വരോധ സിദ്ധ ഗന്ധർവ സാധ്യചാരണ മണികനെ ഉപകീയമാനോ ഗന്ധമാന ദ്രോണി ഔഭാസയും ഉപസർപ്പ. ബ്രഹ്മാവിൻ്റെ ഒപ്പം എല്ലാ ദേവന്മാരും അവിടെ എത്തി. ഇവിടെ ഉപദേശം കൊടുക്കാൻ തയ്യാറായിരുന്ന നാരദനും അവിടെ ചെന്നു. ഇപ്പം പ്രിയവ്രതൻ ഒറ്റയ്ക്കായി. ഇപ്പം പ്രിയവ്രതൻ്റെ മുമ്പിൽ ബ്രഹ്മാവ് ഉപദേശിക്കുന്നു, ചിരിച്ചുകൊണ്ടും സന്തോഷത്തോടും ഉപദേശിക്കുന്നു. നമ്മളൊക്കെ ചില കുട്ടികൾ ഉപദേശിക്കുമ്പോൾ പേടിച്ചിട്ടാണ് ഉപദേശിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് സദയഹാസാവലോക ഇരികോവാച, ഉപദേശം കൊടുക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ദയയോട് ഉപദേശിക്കുമ്പോൾ കുട്ടികൾ കേൾക്കും. കുട്ടി എഴുന്നേൽക്കൂ, സമയമായി, ചിരിച്ചുകൊണ്ട് സമാധാനമായി ഉണർത്തിയാൽ അവർ എഴുന്നേൽക്കും. ഇന്നൊക്കെ അവരെ പേടിപ്പിച്ചാൽ അവർ വീണ്ടും ഉറങ്ങാം. ചില കുട്ടികൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്താൽ എഴുന്നേൽക്കുള്ളൂ. അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് ഇവിടെ പറയുന്നു സദയഹാസാവലോക,
ചിരിച്ചുകൊണ്ട് ദയയോട് ഉപദേശിക്കുന്നു ബ്രഹ്മാവ്. സാധാരണ ബ്രഹ്മാവ് ഭാഗവത്തിൽ ഉപദേശിക്കുന്ന സ്ഥലത്തിലൊക്കെ ബ്രഹ്മോവാച എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഉപദേശിക്കുന്നത് ബ്രഹ്മാവാണ്. ആദ്യത്തെ സ്കന്ധത്തിൽ 5ാമത്തെ സ്കന്ധം ആദ്യത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ശ്രീ ഭഗവാൻ ഉവാച, എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ് എനിക്ക് ഉപദേശിക്കുന്നു. നിബോധതാത് ഇതമൃതം പ്രദീമി മാസൂയിതും ദേവമർഹസ്യ പ്രമേയം വയം ഭവസ്തേ തതയേഷ മഹർഷി വഹാമ സർവേ വിവസായസ്യദിഷ്ടം. ഞാൻ പറയുന്നത് സത്യമാണ്. ചില കാലം പുറത്ത് വന്ന് പറയും, മനസ്സിൽ വേറെ വിചാരിക്കും. ഉള്ളിൽ വിചാരിക്കുന്നത് തന്നെ ഞാൻ പുറത്ത് പറയുന്നു. എന്നോട് അസൂയ തോന്നരുത്. കാരണം എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറയുമ്പോൾ അസൂയ തോന്നാൻ പാടില്ല. അങ്ങനെ തോന്നിയാൽ എന്നോട് അസൂയയിലെ ദേവമർഹസി അപ്രമേയം മാ അസൂയിതും, ഭഗവാനോടാണ് എനിക്ക് അസൂയ തോന്നിപ്പോയി. ഞാൻ എൻ്റെ വശത്തിലില്ല. ഞാനോ ശിവനോ നിൻ്റെ അച്ഛനോ, നിൻ്റെ അച്ഛൻ നിന്നെ വിവാഹം കഴിപ്പിക്കണം വിചാരിക്കുന്നു. ഈ ദേവഋഷിയായ നാരദൻ നിന്നെ സന്യാസം നിനക്ക് കൊടുക്കാൻ വിചാരിക്കുന്നു. ഇവർ ഒരു ആളും അവർ വിചാരിക്കുന്നത് പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? എല്ലാവരും ഭഗവാന്റെ കീഴിലാണ്. വഹാമ സർവേ വിവസായസ്യദിഷ്ടം. ആ ഭഗവാൻ വിചാരിച്ച കാര്യം ഒരാളെ കൊണ്ട് മാറ്റാൻ വയ്യ. തപസ്സുകൊണ്ടോ നതസ്യ കശ്ചിത് തപസാ വിദ്യയാവ ന യോഗവീര്യേന മനീഷയാവ നൈവ അർത്ഥധർമ്മൈ പരതസ്വതോ വാ കൃതം വിഗന്തും തനുഭൃദ്വിഭൂയാത്. തപസ്സുകൊണ്ടോ തൻ്റെ വിദ്യ കൊണ്ടോ യോഗവീര്യം കൊണ്ടോ ബുദ്ധി കൊണ്ടോ പരതഃ സ്വതോവ അടുത്ത ആളുടെ ശുപാർശ കൊണ്ടോ ഭഗവാന്റെ കാര്യം യമൻ വരുമ്പോൾ 1,00,000 രൂപ തരാം, ഇന്ന് വേണ്ടാം, ഞാൻ നാളെ വന്നോളാം എന്ന് പറഞ്ഞാൽ യമൻ വിടില്ലേ? സമയം കൊണ്ടുപോകും. അർത്ഥധർമ്മൈഹി പരതസ്വതോവ. ഒരു കഥ പറയാറുണ്ട്, അതുകൂടി പറഞ്ഞു നിർത്താം. വ്യാസനക്ക് ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു, ദാസൻ എന്നാണ് പേര്. അവൻ്റെ ജാതകം നോക്കിയപ്പോഴാണ് വ്യാസനക്ക് മനസ്സിലായി ഇയാൾക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ. ഈ 16 വയസ്സ് കഴിയുമ്പോൾ ഇവൻ്റെ മരണം കണ്ടപ്പോഴാണ് സങ്കടമായി വ്യാസനക്ക് ഈ ശിഷ്യൻ്റെ ആയുസ് ഒന്ന് നീട്ടണം തീരുമാനിച്ച് ശിഷ്യനെ വിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. നേരെ യമലോകത്തിൽ ചെന്നു. അവിടെ പോയപ്പോൾ അവിടെ മൃത്യു, രാവിലെ കഥ ഒന്നും പറഞ്ഞില്ല, അതേപോലെയാണ്. മൃത്യുവോട് പറഞ്ഞു ഇവൻ്റെ ആയുസ് ഒന്ന് നീട്ടണം. മൃത്യു പറഞ്ഞു എൻ്റെ കയ്യിലില്ല, കാലൻ്റെ കയ്യിലാണ്. ഉടനെ കാലൻ്റെ അടുത്ത് ചെന്നപ്പോൾ കാലൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കൊണ്ടില്ല, യമൻ വിചാരിച്ചാലേ നടക്കുള്ളൂ. യമൻ്റെ അടുത്ത് ചെന്നപ്പോൾ യമൻ പറഞ്ഞു ഞാൻ ഒന്നും തീരുമാനിക്കാറില്ല, അവിടെ ഒരു മുറിയുണ്ട്, എല്ലാവർക്കും ഓരോ ഓല വച്ചിട്ടുണ്ട്. അവിടെ ആ ഓലയിൽ എഴുതിയിട്ടുണ്ടാവും ആർക്ക് എത്രയാണ് ആയുസ്, എന്താണ് ഭക്ഷണം, എവിടെയാണ് താമസം, എല്ലാവരും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് നോക്കാം, അതിൽ ആയുസ് നീട്ടാൻ പറ്റും ഉണ്ടെങ്കിൽ നമുക്ക് നീട്ടാൻ സാധിക്കും എന്ന് പറഞ്ഞ് ആ മുറിയിൽ ചെന്നു. ഈ ദാസൻ്റെ ഓല എടുത്തു. ഇപ്പോൾ ഈ കാലത്ത് പറയണമെങ്കിൽ കുറച്ച് വേറെ വിധത്തിൽ പറയാം. അവിടെ ഒരു കമ്പ്യൂട്ടർ മുറിയുണ്ട്. ആ കമ്പ്യൂട്ടർ മുറിയിൽ കമ്പ്യൂട്ടർ കയറി സ്വിച്ച് തട്ടിയാൽ ഓരോ ആൾക്കും ഓരോ ഫയൽ വെച്ചിട്ടുണ്ട്. അതിൽ ഈ ദാസൻ്റെ ഫയൽ തുറന്ന് നോക്കുമ്പോഴാണ് ഒരു ശ്ലോകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നു? യഥാ വ്യാസശ്ച ദാസശ്ച കാലോ മൃത്യു തഥാ യമഃ ഭവിതവ്യഗൃഹം യാന്തി തഥാ ദാസോ മരിഷ്യതി. ഈ മുറിയിലേക്ക് ദാസൻ, വ്യാസൻ, കാലൻ, മൃത്യു, യമൻ എല്ലാവരും ഒരുമിച്ച് എപ്പോൾ എത്തിച്ചേരുവോ അപ്പോൾ ഈ ദാസൻ മരിക്കും. വ്യാസൻ്റെ ശിഷ്യൻ്റെ ആയുസ് കൂട്ടാൻ വേണ്ടി പോയതാണ്. അവസാനം അവിടെ പോയി മരിച്ചു. കാരണം ഓളയിൽ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഇയാൾ അവിടെ എല്ലാം ഒരുമിച്ച് ഒരുപോലെ. അപ്പോൾ അതുകൊണ്ടാണ് വ്യാസൻ വിളിച്ചുകൊണ്ട് പോയി. ഇങ്ങനെ പല കഥകൾ ഉദാഹരണത്തിന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കില്ലേ, ഭഗവാൻ എന്ത് വിചാരിക്കുമോ അതേ നടക്കുള്ളൂ. മുക്തോപി താവത് വിദ്യാത് സ്വദേഹം ആരബ്ധമസ്നന്. പ്രാരബ്ധം എന്തുണ്ടോ അത് അനുഭവിച്ചോളൂ. നമ്മൾ വിചാരിക്കും ദുഃഖം വരുമ്പോൾ എൻ്റെ പ്രാരബ്ധം എങ്ങനെ എനിക്ക് ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ കുട്ടി ഇങ്ങനെ ആയി, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ പ്രാരബ്ധം എന്ന് പറയും. നമ്മൾ ദുഃഖം മാത്രം പ്രാരബ്ധമില്ലേ, നമുക്ക് സുഖവും പ്രാരബ്ധം തന്നെയാണ്. അത് പണ്ട് ചെയ്ത പുണ്യത്തിൻ്റെ ആരബ്ധമാണ്. ആരബ്ധമസൻ എന്ത് പ്രാരബ്ധം കൊണ്ട് കിട്ടുന്നുവോ അത് സ്വീകരിച്ചുകൊണ്ട് അഭിമാനശൂന്യ
അഭിമാനമില്ലാതെ ജീവിക്കാൻ പഠിക്കണം. ഈ പ്രാരബ്ധം പേടിച്ചിട്ട് കാട്ടിൽ പോയി സന്യസിക്കാൻ പോയാൽ നിൻ്റെ പ്രാരബ്ധം കാട്ടിലും വന്ന് പിടികൂടും. ചില മഹർഷിമാർ അങ്ങനെയാണ്. വിവാഹം കഴിക്കണം വിചാരിച്ച് അവിടെ കാട്ടിൽ ചെല്ലുമ്പോൾ ഒരു കഥ പറയാറുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാ പ്രഭാഷകന്മാരും പറയുന്നതാണ്. ഒരു സന്യാസി കാട്ടിൽ പോയി താമസിച്ചു. ഒരു കോണം അവർ ഇട്ടിരുന്നു. അത് എലി കൊണ്ടുപോയി. എലി ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാൻ വെച്ചാൽ ഒരു പൂച്ച വളർത്തി. പൂച്ച വളർത്തിയപ്പോൾ എന്തായി? പൂച്ച മിയാന്നൊക്കെ അറിയുന്നു. അതിന് പാൽ കൊടുക്കണ്ടേ? അതിനൊരു പശു വളർത്തി. പിന്നെ പശുവിന് ഭക്ഷണം കൊടുക്കാൻ, തീറ്റ കൊടുക്കാൻ, അത് നോക്കാനുള്ള ആൾ വേണ്ടേ? അതിനൊരു സ്ത്രീയെ ഏർപ്പാടാക്കി. പിന്നെ വിചാരിച്ചു, പിന്നെ സ്ത്രീ ഒറ്റയ്ക്ക് എങ്ങനെ ഇതായിരുന്നു? ആ സ്ത്രീ പറഞ്ഞു. പിന്നെ എന്തായിരുന്നു? അവസാനം സ്ത്രീ ഇതിനെ വിവാഹം കഴിച്ചു. കാട്ടിൽ പോയി തപസ് ചെയ്യാൻ പോയ ആളാണ്. ഈ കോണസം നേരാക്കാൻ വേണ്ടി അവസാനം കാട്ടിൽ സുഖമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കുകയും ചെയ്യും. ഇതാണ് പ്രാരബ്ധം. ആരാധമസ്തൻ അഭിമാനവശു. ഇങ്ങനെ പല മഹാത്മാക്കളുടെ കഥ ഒക്കെ ഉണ്ട്. ഒരു കല്യാണത്തെ വേണ്ട വിചാരിച്ച ഒരു ആചാര്യ, ഈ കല്യാണം വേണ്ടാൻ പറഞ്ഞ ആളാണ് 2 കല്യാണം കഴിച്ചു. മിനിമം 2 കല്യാണം. കല്യാണങ്ങൾ വേണ്ടാൻ പറയുന്ന ആൾക്ക് ഇങ്ങനെ കഥകളായി പോകും. അതുകൊണ്ടാണ് ഭയം പ്രമത്തസ്യ വനേഷ്വവിസ്യാത്തേ സഹഷത്സപത്ന. ജിതേന്ദ്രസ്യ മുഖ്യം എന്താണ്? മനസ്സ് നിയന്ത്രണമാണ്. മനോനിയന്ത്രണമുള്ളവർ കുടുംബത്തിലിരുന്നാലും ബുദ്ധിമുട്ടില്ല. മനോനിയന്ത്രണം വിട്ടവർ സന്യസിച്ചാലും കുഴപ്പം തന്നെയാണ്. പിന്നെ പത്രത്തിലൊക്കെ അവരുടെ പേരുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയും. ഗൃഹാശ്രമ കിന്നുകരോത്യവദ്യം. അപ്പോൾ നമുക്ക് ഈ 6 ശത്രുക്കളാണ്. കാമക്രോധ ലോഭമോഹ മതം ആശ്ചര്യാദി ശത്രുക്കൾ. ഈ ശത്രുക്കളെ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഒരു കോട്ടയിൽ സൂക്ഷിച്ചിരിക്കണം. പിന്നെയേ ശത്രുക്കളെ അടിക്കാൻ പുറപ്പെടണം. ഈ യുദ്ധം ചെയ്യുന്ന വീരന്മാർക്ക് ഒരു മരത്തിൻ്റെ പിന്നിലോ ഇവിടെ ഒരു പാറയുടെ പിന്നിലോ ഇരുന്നിട്ട് സൂക്ഷിച്ചിരുന്നിട്ടാണ് പിന്നെ ശത്രുക്കളെ അടിക്കാൻ വെടിവെച്ച് കൊള്ളാൻ പുറപ്പെടും. അതുപോലെയാണ് നമുക്ക് ഒരു കോട്ട ഏതാണ്? ഭഗവാന്റെ തിരുവടിയാണ്, പത്മനാഭൻ്റെ തിരുവടിയാണ്. ത്വന്തജനാഭാംഗ്രി സരോജകോശ ദുർഗാശ്രിതോ നിർജിത ഷട്സപത്നഃ ഭുങ്ക്ഷ്വേഹ ഭോഗാൻ പുരുഷാതിഷ്ഠാൻ വിമുക്ത സംഘഃ പ്രകൃതിം ഭജസ്വ. ആ പത്മനാഭൻ്റെ തിരുവടി പിടിച്ചോളൂ. അത് കാരണം അപ്പോൾ ഈ ശത്രുക്കളെ എളുപ്പത്തിൽ ജയിക്കാം. ഭോഗം വേണ്ട പറയുന്നത് ഭുങ്ക്ഷ്വേഹ ഭോഗം ആസ്വദിച്ചോളൂ. അതൊക്കെ ഭഗവാൻ സൃഷ്ടിച്ചതല്ലേ? അത് നമുക്ക് ഭക്തന്മാർക്ക് വേണ്ടിയാണ്. പ്രപഞ്ചം നിഷ്പ്രപഞ്ചോപി വിടംബേസി ഭൂതലേ പ്രപന്ന ജനതാനന്ദ സന്തോഷം പ്രസ്തും. പ്രപന്ന ജനങ്ങൾക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടിയാണ് ഒരു രൂപത്തിലിരുന്ന ഭഗവാൻ പല രൂപമായി ഇവിടെ ദർശനം കൊടുക്കുന്നു. അതുകൊണ്ട് എന്ത് കിട്ടിയാലും ആസ്വദിച്ചോളൂ. കാപ്പി കിട്ടിയാൽ കുടിച്ചോളൂ. അതുകൊണ്ട് കാപ്പി കിട്ടിയില്ലെങ്കിൽ തലവേദന വരും. അങ്ങനെ ആവരുത്. കിട്ടിയാൽ കുടിക്കണം, ഇല്ലെങ്കിൽ കാപ്പി കുടിക്കാതെ ജീവിക്കാനും പഠിക്കണം. ഞാനൊക്കെ അങ്ങനെയാണ്. കാപ്പി കിട്ടിയാൽ കുടിക്കും, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വെള്ളം കുടിച്ചത്. അങ്ങനെ നമ്മൾ അഭ്യസിക്കണം. വിമുക്ത സംഘം. ഭോഗം അനുഭവിക്കുന്നത് കുറ്റമില്ലേ, അതിൽ സംഘം ത്യജിക്കണം. വിമുക്ത സംഘ പ്രകൃതിം ഭജസ്വ. ഇത് പറഞ്ഞപ്പോൾ ശരി പറഞ്ഞു പ്രിയവ്രത. എനിക്ക് എന്താണ് നല്ലത് ചീത്ത അറിയത്തില്ലേ? മഹാത്മാക്കൾ പറഞ്ഞാൽ അതെന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് മനസ്സിലാക്കി വിവാഹം കഴിച്ചു. 2 വിവാഹം കഴിച്ചു. കുട്ടികളൊക്കെ ഉണ്ടായ ശേഷം വീണ്ടും നാരദനെ ആശ്രയിച്ച് ഭഗവാന്റെ പാദത്തിലെത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയവ്രത ചരിത്രം സമർപ്പിക്കുന്നു. നമുക്കിപ്പോൾ ഒരു നാമാവലി പാടി നിർത്താം. കമലനയന വാസുദേവ പാണ്ഡുരംഗ സ്വാമി. കമലനയന വാസുദേവ പാണ്ഡുരംഗ സ്വാമി. പത്മനയന പത്മചരണ പത്മനാഭ സ്വാമി. പത്മനയന പത്മചരണ പത്മനാഭ സ്വാമി. കമലനയന വാസുദേവ പാണ്ഡുരംഗ സ്വാമി. കമലനയന വാസുദേവ പാണ്ഡുരംഗ സ്വാമി. പത്മനയന പത്മചരണ പത്മനാഭ സ്വാമി. പത്മനയന പത്മചരണ പത്മനാഭ സ്വാമി. പത്മനാഭ സ്വാമി. പത്മനാഭ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ
जय जय भागवत देवा जय जय भागवत जय जय राधा कृष्ण स्वरूपा जय जय भागवत देवा जय जय भागवत श्रवणवदनभवितं दिव्यं नारायणमुखकलितं नमिनाथनदेव प्रददौ नारदमुनये देवा जय जय भागवत राधारमणकुण्डमुरारे चरणं मे तव चरणयुगं पवनपुरे राधा कृष्ण चरणं मे तव चरणयुगं देवी महेश्वरि पार्वती शङ्करि चरणं मे तव चरणयुगं साम्बतरा शिव शम्भो शङ्कर चरणं मे तव चरणं मे हरिहर चरणं मे तव चरणयुगं नन्दकुमारा अवनितचोरा चरणं मे तव चरणयुगं हरिचरणं मे तव चरणयुगं सर्वत्र गोविन्दनाम संकीर्तनं गोविंदा गोविंदा जय बोल सद्गुरु महाराज की जय।